എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. തൊട്ട് മുന്നേ നമ്മളൊരു 2 ദിവസം മുന്നേ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വണ്ടിയുടെ ഫുള്ള് അളവും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ അത് താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോ കാണുക. ഈ ഒരു വീഡിയോന് തൊട്ട് മുന്നേ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു റിവ്യൂ എല്ലാം പോലെ ഡീറ്റെയിൽസ് എന്തൊക്കെ ചെയ്തു കാര്യങ്ങൾ അതൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഇത് കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളായാലും റീൽസ് ആയാലും എല്ലാം ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. നാളെ ആയിട്ട് ഡെലിവറി ഉണ്ട്. നാളെ മറ്റന്നാളായിട്ട് ഈ ഒരു വണ്ടി അയച്ചു കൊടുക്കും. കോട്ടയം ഭാഗത്തേക്കാണ് ഈ ഒരു വണ്ടി. അപ്പോൾ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ള രീതിക്ക് ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും അതുപോലെ തന്നെ അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാക്സിമം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പലതും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. BS6 ZS3 ആണ് വണ്ടി. അപ്പോൾ ഇത് ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡമ്മി ടോപ്പ് ലൈറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് എടുക്കാൻ പറ്റുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്, ഫിക്സ് ആക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഫോം ഷീറ്റിൽ തന്നെ ചെറിയൊരു ഡമ്മി ആയിട്ട്, ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃത്തിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ വണ്ടിയിൽ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല. ഇപ്പം നോക്കുമ്പോൾ അത്ര ഒരു പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഇതിപ്പം കുറച്ച് ഇവിടെ വെച്ചിട്ട് കുറച്ച് ദൂരത്തു നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നല്ല ഒരു ടോപ്പ് ലൈറ്റിൻ്റെ ആ ഒരു ലുക്ക് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് ലൈറ്റ് കസ്റ്റമർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പൊതുവേ എനിക്ക് ടോപ്പ് ലൈറ്റ് ലിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെയൊന്നും ഒരു താല്പര്യമൊന്നുമില്ല. വണ്ടിയുടെ ആ ഒരു ഒറിജിനൽ ലുക്ക് തന്നെയാണ് എനിക്കിഷ്ടം. ഇതിപ്പോൾ നമ്മൾ ഓർഡർ തരുന്നവർ പറയുന്നവർ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ഈ ഒരു പീസിൽ നമ്മളിതിങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ അങ്ങനെ വീണുപോയി. അതങ്ങനെയല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിന്നോളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഇട്ട് ഒട്ടിക്കുക. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങോട്ട് ഇത് വരുമല്ലോ, ഇവിടെ ഫിക്സായി അങ്ങ് നിന്നോളും. അപ്പോൾ ഒരു ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് പോലത്തെ ആ ഒരു ലൈറ്റ് വർക്കിംഗ് അല്ല, ഡമ്മിയാണ്. ഇത് ടിക്ടാക്കിൻ്റെ ഇതാണ്. ടിക്ടാക്ക് മുട്ടായിയുടെ ആ ഒരു ബോക്സല്ല, ആ ഒരു കവറല്ല, ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്ന പ്ലാസ്റ്റിക്, അത് ഓറഞ്ച് കളർ കട്ട് ചെയ്ത് വെച്ചാണ്. അത് തന്നെയാണ് കൊമ്പിനും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അതൊക്കെ വരുന്നവരുടെ വണ്ടിക്ക് ആ ഒറിജിനൽ ലുക്ക് തരുന്നുണ്ട്. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈടാക്കിയതുകൊണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ വർക്കിംഗ് ഒന്നല്ല, ഇത് ജസ്റ്റ് ഒരു ഡമ്മി സാധനം. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വണ്ടിക്കൊരു ലുക്ക് വരുന്നുണ്ട്. അതെല്ലാം വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ പേര് ലൈക്ക എന്നാണ്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തതാണ്. സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം അത് പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ലെറ്റേഴ്സ് ഓരോന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ച് ചെയ്തെടുത്തതാണ്. പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈപ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് അല്ല, കാണുന്നില്ലെന്ന് തോന്നുന്നു, വെയിലടിച്ചിട്ട് ബ്ലാക്ക് ആയതുകൊണ്ട്. അതായത് വൈപ്പേഴ്സ് ഫിക്സഡ് അല്ല. ഇതും അതേപോലെ തന്നെ വെറുതെ ഒരു ഹോളിൽ ഇങ്ങനെ ഇറക്കി വെച്ച് നമുക്ക് കുറച്ച് പൊന്തിച്ച് വെക്കണമെങ്കിൽ പൊന്തിച്ച് വെക്കാം. അങ്ങനെ ഇനി എടുത്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ കൈമിലേക്ക് വരും. ഇത് ഡെലിവറി ടൈമിൽ ഇതൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് അങ്ങനെ. ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് ചിലപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുക. ഇനി അതല്ല ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഫോട്ടോ, അതെല്ലാം അവരൊരു ഇത്. പിന്നെ അവർക്ക് ഫിക്സ് ആക്കണം എന്ന് തോന്നിയാൽ ജസ്റ്റ് ഒരു തുള്ളി ഗ്ലൂ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിക്കോളും. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് ഓപ്പണിങ് തന്നെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത്ര ഒരു ഓപ്പണിങ് അല്ല, ചെറിയൊരു ഓപ്പണിങ്, ഒരു ഇത്രത്തോളം ഇങ്ങനെ ഓപ്പൺ ചെയ്യാനേ പറ്റൂ. അല്ലാതെ ഇങ്ങനെ അധികം ഓപ്പൺ ചെയ്ത് ഒരു ഇത്രയൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷെ അത് നിൽക്കില്ല, തിരിച്ചങ്ങനെ താഴേക്ക് തന്നെ വരും. അപ്പോൾ അത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. അതായത് ഓപ്പണിങ് സിസ്റ്റം ഉള്ളിൽ കൊടുത്തതിന് ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഇത്രയൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അവിടെ നിന്നോളും. പിന്നെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ZB എന്നുള്ളൊരു ലോഗോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആക്കി സെറ്റ് ലോഗോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് ZB ഓട്ടോക്രാഫ്റ്റ് എന്നൊരു സ്റ്റിക്കർ ഉണ്ടായി, അതിനകത്ത് നിന്ന് ZB എന്നുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചാണ്. അതുകൊണ്ടാണ് സർക്കിളൊന്നും ഒരു കറക്റ്റ് സർക്കിൾ അല്ലാത്തത്. നമ്മൾ അടുത്ത വണ്ടിയിലൊക്കെ ലോഗോ ഒക്കെ സെറ്റാക്കാൻ പ്ലാൻ ഉണ്ട്.
പിന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് DRL വർക്കിംഗ് ഒന്നുമല്ല, അത് ജസ്റ്റ് വയർ വെച്ച് ചെയ്തതാണ്. ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്. ലൈറ്റ് വർക്ക് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. പിന്നെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഒരു നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു ബ്ലാക്ക് പെയിൻറ്റ് കുറച്ചായിപ്പോയതാണ്. അത് ഇവിടെ നമ്പർ പ്ലേറ്റ് ഒട്ടിക്കുമ്പോൾ അത് മറിഞ്ഞ് പോയിക്കോളും. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്രില്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ലിപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു അടിയിൽ ബ്ലാക്ക് ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. പിന്നെ സൈഡ് മിറർ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വെച്ചാണ്, ഇത് ഊരാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിടിച്ച് ഊരിക്കഴിഞ്ഞാൽ ഊരി വരും. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഈ ഒരു മിററെല്ലാം ഇതുണ്ടോ ഇങ്ങനെ ഊരാൻ പറ്റുന്ന പോലെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വെച്ചാൽ നമ്മൾ ഡെലിവറി സമയത്ത് കൊറിയർ അയക്കുമ്പോൾ ഡാമേജ് വരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതായത് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അത് അങ്ങനത്തെ പാർട്സ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഊരാൻ പറ്റുന്ന പോലത്തെ ഒരു മിററിലൊക്കെ കൊടുത്തത്. അവിടെ എത്തിയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. ഇതേപോലെ 2 ഹോൾ ഇവിടെ കൊടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു മെറ്റലിൻ്റെ കമ്പി പോലത്തെ കൊടുത്തിട്ട് അങ്ങനെ കയറ്റി വെക്കാൻ പറ്റുന്ന പോലെ. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് വണ്ടിയുടെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ ക്യാബിൻ നോക്കാം. ക്യാബിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡാഷ്ബോർഡും അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റല്ല സോറി ഗിയർ ബോക്സിൻ്റെ ആ ഒരു അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ബോണറ്റ് തന്നെയാണെന്ന് തോന്നുന്നു പറയുക ഈ ഒരു സാധനത്തിനും. നമ്മൾ അവർ ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു റെക്സിൻ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്കിൽ റെഡ് ഡോട്ട് പോലെയുള്ള ആ ഒരു ടൈപ്പ് റെക്സിൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിക്ക് ക്യാബിൻ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, പ്രകാശം നിറങ്ങുന്ന പോലെ ആ ഒരു ടൈപ്പ് നോർമലി സിൽവർ കളറ് നോർമൽ ആ ഒരു സെപ്പറേഷനാണ് വരുന്നത്. ഒരു സെറ്റ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡ്രൈവർ സീറ്റ് നമ്മൾ നോർമൽ സീറ്റല്ല കൊടുത്തിട്ടുള്ളത്, കുറച്ച് ആൾട്ടർ ചെയ്ത ആ ഒരു ടൈപ്പ് ഈ ഒരു റെക്സിനൊക്കെ അടിച്ച ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ടൈപ്പ് കുറച്ച് വലിയ ഡ്രൈവർ സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ഞാൻ ഒന്ന് ഡോറ് തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡോറ് നമുക്ക് എയർ ഡോർ പോലെ ഉള്ളിലോട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഡോറാണ്. അപ്പോൾ ഇപ്പം ഇത് ഇങ്ങനെ തുറക്കാം. ഇതിന് ചെറിയൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് കറക്റ്റ് നല്ല വൃത്തിക്ക് തുറന്നു വരാം അങ്ങനത്തെ ഒരു ഇത്. അതായത് സ്റ്റാർട്ടിങ് ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടുന്ന്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് അങ്ങ് പോയിക്കോളും. പിന്നെ ഇതിലേക്ക് പോകാൻ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഒരു ഡോറ്, അത് ഒരു കർട്ടൻ പോലെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സൈഡ് ലുക്ക് വരുന്നത്. ഇപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ് ഇതിൻ്റെയൊക്കെ അളവെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കമ്പി കൊടുത്തിട്ടുണ്ട്, അത് നടുക്കില്ല, അവിടെ എമർജൻസി എക്സിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയല്ല, ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് എന്നുള്ളൊരു ടെക്സ്റ്റാണ് വരുക ചെറിയ. അപ്പോൾ അത് നമുക്ക് നമ്മളൊരു വെറൈറ്റി ആക്കാൻ വെച്ചിട്ട് അങ്ങനെ ഗ്ലാസ് കൊടുത്താൽ വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ആക്കാം, സ്റ്റിക്കറാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഡമ്മി ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ടിക് ടാക്കിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലുള്ളൊരു സ്കേർട്ടിങ് ലിപ്പിന് മാച്ചാകുന്ന ടൈപ്പ് സ്കേർട്ടിങ്, ചെറിയ സ്കേർട്ടിങ് ആണ്, അധികം അല്ലെങ്കിൽ ഇത് ഹൈറ്റൊന്നും ഇല്ലാത്ത. അപ്പോൾ ഇതാണ് സൈഡ് ലുക്ക്. ഇത് ഇൻറ്റീരിയർ ഇല്ലാത്ത മോഡലായതുകൊണ്ടാണ് ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ടുള്ളത്. ഇത് ഒരു ഗ്രീന് ക്ലോത്ത് ഇങ്ങനെ മടക്കി അങ്ങനെ ഉള്ളിൽ സെറ്റാക്കിയതാണ്. അപ്പോൾ പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മെറ്റീരിയൽ കുറേ പേര് റീൽസ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അക്രിലിക് ഷീറ്റാണ് ഫ്രണ്ട് ഗ്ലാസ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, കാരണം ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയറെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആ ലെയർ അങ്ങ് റിമൂവ് ചെയ്താൽ മതി. ഇതൊക്കെ OHP ഷീറ്റാണ്. സൈഡ് ഗ്ലാസ് സാധാരണ OHP ഷീറ്റ്, അത് നമ്മൾ മാറ്റുന്നുണ്ട്. അക്രിലിക് ഷീറ്റ് ആക്കും അടുത്ത വർക്ക് മുതൽ ഫുള്ള്. ഇതിനിപ്പോൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, അടുത്ത വർക്ക് മുതൽ നമ്മൾ ഫുൾ അക്രിലിക് ഷീറ്റ് തന്നെയാണ് ചെയ്യുക. നമ്മൾ സാധാരണ ആ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ വെയിലാണ്, ആടെ നല്ല വെയിലായതുകൊണ്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത്. ഇതൊരു പഴയ ഫ്രിഡ്ജ് ബോക്സാണ്, മീനൊക്കെ വളർത്തി എടുക്കുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വണ്ടിയുടെ ബാക്ക് ഭാഗം നോക്കാം. ഇപ്പോൾ വണ്ടി ഒന്ന് തിരിച്ച് വെക്കാം. അങ്ങോട്ടൊക്കെ നല്ല വെയിലാണ്, ഈ ഭാഗത്തെ തണലുള്ളൂ. ഇതാണ് വണ്ടിയുടെ ബാക്ക് വ്യൂ വരുന്നത്. ബാക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം ചെയ്തിട്ടുണ്ട്. സഡോണിൻ്റെ ബാക്കൊക്കെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് കർട്ടൻ തന്നെയാണ് ഉപയോഗിച്ചത്. ഈ ഒരു ഏരിയ കുറച്ചൊരു ഇതുണ്ട്, പ്രശ്നമില്ല. ഒറ്റ നോട്ടത്ത് നമുക്ക് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റാണ്, ബ്രേക്ക് ലൈറ്റൊക്കെ വർക്കിംഗ് ആണ്.
ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്. ഇൻഡിക്കേറ്റേഴ്സ് വർക്കിംഗ് അല്ല, ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കത്തും, ഓറഞ്ച് ലൈറ്റ് കത്തും. അത് ഓറഞ്ച് ഏകദേശം ഒരു ഓറഞ്ച് പോലുള്ള ലൈറ്റ് കത്തും, പക്ഷേ ബ്ലിങ്കിങ് ടൈപ്പൊന്നുമല്ല. പിന്നെ സ്കേർട്ടിങ് അടിയിലും കൊടുത്തിട്ടുണ്ട്. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും, ഉള്ളിലൊന്നുമില്ല. ജസ്റ്റ് വയറിങ് കാര്യങ്ങൾ, ഹെഡ് ലൈറ്റും ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ഇനി ക്യാബിനിലൊരു ലൈറ്റ് ഉണ്ട്, അതിൻ്റെ കണക്ഷൻ എടുത്തില്ല, അതും കൂടി എടുക്കാനുണ്ട്. അതും കൂടി എടുത്താൽ 2 കണക്ടർ ഇവിടെ വരും, പിന്നെ 2 ബാറ്ററിയും വരും. അപ്പോൾ ഇതാണ് ഒരു ബാക്ക് ലുക്ക് വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഡ്രൈവർ സൈഡ് വരുന്നത്. ഒരു എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോറ് അവിടെ എമർജൻസി എക്സിറ്റ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. ഡോറ് വർക്കിംഗ് അല്ല. ചെറിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഈ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ ഇതില്ലേ, ഇവിടെ ഈ ഒരു കമ്പി ഉണ്ടാവില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും, പിന്നെ ഇവിടുന്ന് തുടങ്ങും. അല്ലെങ്കിൽ ഡോറ് തുറക്കാൻ കിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റയടിക്കങ്ങ് ഈ ഒരു കമ്പി കൊടുത്തു. അതുകൊണ്ട് അല്ലെങ്കിൽ ഡോർ ഇപ്പോൾ ഓപ്പണബിൾ അല്ല, എന്നാലും ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണമായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഡോറിന് കണക്കായിട്ട് ഈ കമ്പി ഉണ്ടാവില്ല. നമ്മളത് ഓർമ്മിക്കാണ്ട് ഫുള്ളായിട്ടും കൊടുത്തു. പിന്നെ ഇനി ഇളക്കിയെടുത്ത് കട്ട് ചെയ്യലെല്ലാം പിന്നെ ഒരു വൃത്തികേടായതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു. പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യില്ല. ഞാനിപ്പം പറഞ്ഞതുകൊണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പിന്നെ അതങ്ങനെ ഒഴിവാക്കി, പ്രശ്നമില്ല. അടുത്ത വർക്കിൽ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഇവിടെ അതേപോലെ തന്നെ എമർജൻസി എക്സിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഗ്യാപ്പ് ഈ ഒരു ഡോറിനടുക്ക് ഉണ്ടാവണം, അത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഡോർസിന് ഇത് കയറാൻ ഒരു 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രൈവർ സൈഡ്. ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പണബിൾ ആണ്. ഡ്രൈവർ ഡോറ് തുറന്നു കഴിഞ്ഞാൽ സ്റ്റിയറിങ് BS6 ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ്. നല്ല വെയിലായതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്. ക്യാബിനൊക്കെ പിന്നെ അധികം ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എയർ ഫിൽറ്ററും അതുപോലെ തന്നെ സൈലൻസറും കൊടുത്തിട്ടുണ്ട്. സൈലൻസർ ഇല്ല, സൈലൻസറിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു സൈലൻസർ പോലെ സെറ്റാക്കണം, അത് ഞാൻ വിട്ടുപോയതാണ്, സെറ്റാക്കാം. ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണൊരു ലുക്ക്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീൽസൊക്കെ റണ്ണിങ് കണ്ടീഷൻ തന്നെയാണ്. വീൽ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷനെല്ലാം ഉണ്ട്. ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് വരുന്നത്. ഹെഡ്ലൈറ്റൊക്കെ ഞാൻ കത്തിച്ചിട്ട് വീഡിയോ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇനി നമുക്ക് വണ്ടിയുടെ ലൈറ്റ് വർക്ക് നോക്കാം. ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വെയിലാണ്, നല്ല പകൽ ഇതായതുകൊണ്ടാണ് അങ്ങനെ തിരിയാത്തത്. രാത്രിയൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്, 3 ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഇപ്പുറവും. ഇപ്പം ഇങ്ങനെ നോക്കുന്നതാണ് എന്തോ പോലെ തോന്നുന്നത്. രാത്രിയൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ്നസ് കിട്ടും. ഇതിപ്പോൾ പകലായതുകൊണ്ടാണ്. പിന്നെ വീഡിയോ ഇപ്പം തന്നെ ചെയ്ത് തീർക്കേണ്ടതുകൊണ്ടാണ് രാത്രിത്തെ ഒരു വിഷ്വൽസ് കാണിക്കാത്തത്. ഇനി ബാക്ക് സൈഡിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് നോക്കാം. ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, തിരിയുന്നില്ല. കൈയൊക്കെ പൊള്ളുന്നു ഇവിടുന്ന്. ഇതാണ് ബാക്ക് ലുക്ക് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ചെറിയൊരു വൈറ്റ് ഒരു റൗണ്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ബാറ്ററി ഉള്ളിൽ ഇങ്ങനെയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ഇരുട്ടത്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം, ഇത് തീരെ കാണുന്നില്ലല്ലോ. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് വരുന്നത്. രാത്രിയല്ല, പകൽ തന്നെയാണ്. കുറച്ച് ഇരുട്ടത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുമല്ലോ. ഇനി ബ്രേക്ക് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. റെഡ് കാണാനേ ഉള്ളൂ, സൈഡിലേക്കൂടെ വൈറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ മോഡലാണെന്ന് വിചാരിച്ചോട്ടെ. അതായത് വൈറ്റ് DRL റൗണ്ടിൽ ഇങ്ങനെ റിങ് പോലെ വൈറ്റും റെഡും, അത് പുതിയ സ്റ്റൈലാണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ചെറിയൊരു പണി കിട്ടിയതാണ്. ഫുള്ള് റെഡ് കൊടുക്കണമായിരുന്നു ആദ്യമേ, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് വർക്ക് കണ്ടില്ലേ. ഇതാണ് വണ്ടിയുടെ അടിഭാഗം വരുന്നത്. ഇത് ഡിക്കി, ഇവിടെയാണ് കണക്ഷൻ. ഒരു സ്വിച്ചേ വണ്ടിക്കുള്ളൂ, ഒരു സ്വിച്ചും കൂടി കൊടുക്കണം, അത് ചെയ്യാനുണ്ട് ഇത്ര. ഇതാണ് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. പിന്നെ ഇത് ഒരു ഷീറ്റ് പോലെ കൊടുത്താൽ അത് ഇവിടുന്ന് ഇളകിപ്പോയി, അത് ഇവിടെ ഒട്ടിക്കണം. പിന്നെ ഇത് ബിയറിങ് വെച്ചിട്ട് ബാക്ക് ടയറും ഫ്രണ്ട് വീൽ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ, ഡോറ്, സൈസ് ഇത്രയേ ഉള്ളൂ, ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു അടിഭാഗം. ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഇതിന് ക്യാബിനിൽ ലൈറ്റ് കൂടി ഉണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടതാണ്. ക്യാബിന് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ZB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കാണാം വൈറ്റ്, അത് കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഓണാക്കി കാണിക്കാത്തത്. ഇപ്പോൾ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.
രണ്ട് മാസം നമ്മൾ തന്നെ ബ്രേക്കാണ്, അതുകൂടി പറയാം. 2 മാസത്തേക്ക് ഇനി വീഡിയോസും അതുപോലെ തന്നെ വർക്കൊന്നും ഉണ്ടാവില്ല. ഇതോടുകൂടി വർക്ക് നിർത്തലായി. ഒരു ഏപ്രിലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ മുതൽ നമ്മൾ ഏകദേശം ഒരു 10 വർക്കിന് മേലെ ഇപ്പോൾ തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഓർഡർ വർക്ക് ഒരു 10 വർക്കിന് മേലെ ഉണ്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ മേക്കിംഗ് കൂടി ഫുള്ളായിട്ട് തന്നെ ഇടാം. അതായത് എല്ലാ പാർട്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റഗ്രാമുള്ളവർ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുക. റീൽസും കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.